അനന്തൻ, രാഷ്ട്രീയമായി ഉയർന്നു വന്ന വിമർശനങ്ങളെ ഈ ആലപ്പുഴ കുപ്രസിദ്ധമായ രക്ഷാപ്രവർത്തന കേസിൽ പുതിയ സർക്കാർ വന്നിട്ട് നടപടി വൈകുന്നു എന്ന ആക്ഷേപം ഇപ്പോൾ കോൺഗ്രസിലെ ചിലർ തന്നെ ഉയർത്തിയിരുന്നല്ലോ. യൂത്ത് കോൺഗ്രസിലെ ചിലർ തന്നെ അത്തരം മുറുമുറുപ്പുകൾ അത് ശക്തിപ്പെട്ടു വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ, വകുപ്പുതല അന്വേഷണവും സ്ഥാനക്കയറ്റം ഇല്ല എന്ന നടപടി സ്വീകരിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായും സർക്കാരിന് ഞങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തി നടപടിയെടുത്തു എന്ന സ്റ്റാൻഡിലേക്ക് എത്താൻ കഴിയുമോ? രതീഷ്, ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ നടപടി സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ ഏതാണ്ട് എത്തിക്കഴിയുകയും ചെയ്തു. പക്ഷേ ആ നടപടി എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലാണ് ആശയക്കുഴപ്പം. തിരിച്ചടി ഉണ്ടാകാത്ത രീതിയിൽ ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതാണ് സസ്പെൻഷൻ ഒഴിവാക്കി വകുപ്പ് തല അന്വേഷണം എന്നുള്ള നടപടിയിലേക്ക് പോകാനുള്ള ആലോചന ഇപ്പോൾ സജീവമായി നടക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പ്രാഥമിക നടപടിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് DGP ഇന്നലെ ആ ക്ലാരിഫിക്കേഷൻ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ എം.ആർ. അജിത് കുമാറിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുക. ആഭ്യന്തരമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തില്ല. അദ്ദേഹം തിങ്കളാഴ്ച കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തുകയുള്ളൂ. ആ സമയത്താകും DGP നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക. അതല്ലാതെ ധൃതി പിടിച്ച റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ഇതിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് 20-ാം തീയതി സ്ക്രീനിംഗ് കമ്മിറ്റി, അതായത് നിതിൻ അഗർവാൾ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പുതിയ പ്രൊമോഷൻ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ചേരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ സർക്കാരിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാകും സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുക. അപ്പോൾ അജിത് കുമാറിനെതിരെ ഉള്ള നടപടി തീരുമാനം ഉണ്ടായ ശേഷമാകും സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിതിൻ അഗർവാൾ റിട്ടയർ ചെയ്യുന്ന ഒഴിവിലേക്ക് അജിത് കുമാറിന് DGP സ്ഥാനക്കയറ്റം ഉണ്ടാകില്ല. അത് എങ്ങനെയും തടയിടുക, അതിനുള്ള നിയമവശങ്ങളാണ് ഇപ്പോൾ സർക്കാർ പരിശോധിക്കുന്നത്. അതാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. വകുപ്പ് തല അന്വേഷണം ഉണ്ടായാൽ സ്വാഭാവികമായും ആ വകുപ്പ് തല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ പ്രമോഷന് പരിഗണിക്കുക എന്നുള്ളത് പതിവില്ല. അങ്ങനെ വരുമ്പോൾ എം.ആർ. അജിത് കുമാറിന് DGP റാങ്ക് എന്നുള്ള ആ പ്രൊമോഷൻ സാധ്യത അവസാനിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക. പിന്നീട് വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ എം.ആർ. അജിത് കുമാറിനെതിരെ ഉചിതമായ നടപടി അതിനനുസരിച്ച് എടുക്കുക എന്നുള്ളതാണ്. കാരണം നിലവിൽ കോടതിയിൽ നിന്നുള്ള തിരിച്ചടി ഒഴിവാക്കുക, ഒരു നടപടിയെടുത്ത് കോടതിയിൽ നിന്നുള്ള തിരിച്ചടി ഒഴിവാക്കുക. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സെൻകുമാറിനെതിരെ സെൻകുമാറിനെ മാറ്റി നിർത്തി ഒടുവിൽ സർക്കാരിന് നാണക്കേടുണ്ടായ ഒരു സ്ഥിതി ഈ കാര്യത്തിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു നിലപാട് കൂടി വി.ഡി. സതീശൻ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടി വേണം എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അത് തിരിച്ചടി ഇല്ലാത്ത രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതിലേക്കാണ് സർക്കാർ പോകുന്നത്. തിരിച്ചടി ഉണ്ടാകാതെ നടപടിയെടുക്കണം, പക്ഷേ അത് സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റ് യോഗത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിലുമൊക്കെ അക്കാര്യങ്ങൾ വായിച്ചെടുക്കാനും കഴിയും. അപ്പോൾ സർക്കാർ തലത്തിൽ ഗൗരവതരമായ ആലോചനകൾ നടക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടുകമായി എം.ആർ. അജിത് കുമാർ പ്രവർത്തിച്ചു എന്നത് പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്ന വലിയ ആരോപണമായിരുന്നു. അതിലൊന്നാണ് ഈ രക്ഷാപ്രവർത്തന കേസും. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെ, സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെ സ്വാഭാവികമായും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ നിലയിൽ സംരക്ഷിക്കാൻ കഴിയില്ല. സ്വാഭാവികമായ നടപടി ഉണ്ടാവുകയും ചെയ്യും എന്നത് ഉറപ്പാണ്. അത് എങ്ങനെ എന്ന കാര്യത്തിലാണ് DGP പദവിയിലേക്കുള്ള പ്രൊമോഷൻ തൽക്കാലം തടസ്സപ്പെടാനുള്ള സാഹചര്യം, ആ സീനിയോറിറ്റി നഷ്ടമാകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. R. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.